യഥാർത്ഥമായി സ്നേഹമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? സ്നേഹം ചതിക്കില്ല, സ്നേഹം വഞ്ചിക്കില്ല. പക്ഷേ ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളും ചതിക്കുഴികളല്ലേ? ഇന്ന് കാണുന്ന പല സ്നേഹങ്ങളിലും വഞ്ചനകളില്ലേ? അപ്പം അതൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല. യഥാർത്ഥമായ സ്നേഹം എന്താണ് എന്നുള്ളത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായാലും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും എനിക്ക് മലകളെ നീക്കാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ലാത്ത ഒരാളാണ്. ഹല്ലേലൂയ. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടാനേൽപ്പിച്ചാലും. അന്നദാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ? ചാരിറ്റി സ്നേഹമാണോ? അപ്പൊ ഈ അന്നദാനം നടത്തുന്നത് സ്നേഹമാണോ? ശരിക്കും അത് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ്. പൗലോസ് പറയുന്നു, ഈ അന്നദാനം നടത്തുന്നതിനും അപ്പുറമായ ഒരു സ്നേഹം ഉണ്ടാകണം. എല്ലാവരും ചാരിറ്റി വർക്ക് നടത്തുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്നേഹത്താൽ അത് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ചാരിറ്റി വർക്കുകൾ ദൈവസ്നേഹത്തിൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എല്ലാവരും ചാരിറ്റി നടത്തുന്നത് സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. യഥാർത്ഥമായ സ്നേഹം അന്നദാനം നടത്തുന്നതോ കൈകൊട്ടുന്നതോ പാട്ടുപാടിയതോ പ്രവചിച്ചതോ ഇതിനൊക്കെ അപ്പുറമാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ എൻ്റെ ശരീരം ചൂടാനേൽപ്പിച്ചാലും എന്നൊരു വാക്ക് കണ്ടോ? പണ്ട് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് സതി. ഇന്നത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല. സതി നിർത്തലാക്കി. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ അനാചാരത്തിനെതിരെ പ്രവർത്തിച്ചു. സതി എന്ന് പറയുന്ന അനാചാരത്തെ നിർത്തലാക്കി. എന്തായിരുന്നു സതി? ഭർത്താവ് മരിച്ച് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയും ചാടിച്ചാകണം. ആ ചിതയ്ക്കകത്ത് ഭാര്യയും മരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവ് മരിച്ച് കത്തി ജ്വലിക്കുന്ന ചിതയ്ക്കകത്തേക്ക് ശരിക്കും ഈ ഭാര്യ മരിക്കേണ്ടി വരുന്നത്, ചാടേണ്ടി വരുന്നത്, എടുത്തിടേണ്ടി വരുന്നത് യഥാർത്ഥമായി ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, ആചാരമാണ്. അപ്പോൾ ആചാരങ്ങളിൽ പലതിലും ഞാൻ സ്നേഹം കാണുന്നില്ല. മത അനുഷ്ഠാനങ്ങളിൽ പലതിലും ഞാൻ സ്നേഹം കാണുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹറിനിൽ ചെന്നപ്പോൾ നമ്മുടെ സോണി ബ്രദറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവാവ്, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ബൈബിൾ വായിക്കുന്നു പാസ്റ്റർ, ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയിൽ വരുന്നു, പാസ്റ്ററിൻ്റെ മെസ്സേജുകളൊക്കെ ഞാനിപ്പോൾ കേൾക്കുന്നു, ഇപ്പോൾ കൂടുതലും ഞാൻ ബൈബിളാണ് വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ പറയാം. ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഭഗവത്ഗീത എന്താണെന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ യഥാർത്ഥമായി സ്നേഹം കണ്ടത് ഈ പുസ്തകത്തിലാണ്. ഞാൻ യഥാർത്ഥമായി സ്നേഹം കണ്ടത് ഈ പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. സ്നേഹം, ദൈവം സ്നേഹമാണെന്ന്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹമുള്ള ദൈവം തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള സ്നേഹം, ദ റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം ഞാൻ കാണുന്നത് വിശുദ്ധ ബൈബിളിലാണ്. ഞാനതിൽ കാണുന്നത്, ഹല്ലേലൂയ, എന്നെ യുദ്ധഭൂമിയിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവത്തെയല്ല, എനിക്ക് എൻ്റെ രക്തം ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെയല്ല, എൻ്റെ ജീവനെ എടുക്കുന്ന ഒരു ദൈവത്തെയല്ല, എനിക്ക് വേണ്ടി ജീവനെ നൽകിയ ഒരു ദൈവത്തെ ഞാൻ ഇതിൽ കാണുകയാണ്. ബൈബിൾ യഥാർത്ഥമായ സ്നേഹം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളെല്ലാവരും, മക്കളെ, സഹോദരങ്ങളെ, സ്നേഹം നമ്മളിൽ കവിഞ്ഞൊഴുകണം എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചു. സ്നേഹം ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ചീർക്കുന്നില്ല.
വീർപ്പിച്ചിരിക്കുന്നില്ല. സ്വാർത്ഥതയില്ല, സ്വാർത്ഥതകളില്ല. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. 7-ാം വാക്യത്തിൽ പറയുന്ന എല്ലാം പൊറുക്കും, എല്ലാം വിശ്വസിക്കും, പ്രത്യാശിക്കും, എല്ലാം സഹിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. പലതിനും മാറ്റം വരാം, പലതും മാറിപ്പോകാം, പക്ഷെ സ്നേഹം ഒരു നാൾ മാറിപ്പോകില്ല. എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുവാനും പറഞ്ഞു തരുവാനും ഉള്ളൂ. ഈശോയെ, കർത്താവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. ഞാൻ യഥാർത്ഥമായി പറയുന്നു, ഈ ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള സ്നേഹം. പറഞ്ഞേ, ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള ബന്ധമാണ് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം. എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള ബന്ധമാണ് എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം. എനിക്ക് ഈ കർത്താവിൻ്റെ ദാസന്മാരോടുള്ള ബന്ധമാണ് എനിക്ക് ഈ ദൈവദാസന്മാരോടുള്ള സ്നേഹം. ബന്ധത്തിലാണ് സ്നേഹം വെളിപ്പെട്ടു വരേണ്ടത്. പലർക്കും സ്നേഹിക്കുന്നേ 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 യേശുവേ എന്നൊക്കെ പാടും, പക്ഷെ പലർക്കും ബന്ധമില്ല. ആ ഒരു ഡീപ്പായ ഒരു കണക്ഷൻ ദൈവത്തോടില്ല. പൗലോസ് വ്യക്തമായി നമുക്ക് തരുന്നൊരു നിർദ്ദേശമുണ്ട്. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ, എഫീസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യത്തിൽ പറയുന്നുണ്ട്. 3, 17, 18, 19 ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പോൾ ഈ ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ്, വേര് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉള്ളതാണ് ആ വൃക്ഷത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഡീപ്ലി റൂട്ടഡ് ആൻഡ് സെക്യൂർലി ഗ്രൗണ്ടഡ് ഇൻ ലവ്. ക്രിസ്തു വിശ്വാസത്തിൽ, ആ കർത്താവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ. എനിക്ക് വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങൾ നോക്കണം, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാൻ, ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ, ദൈവകൃപയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ. പലരുടെ അകത്ത്, വിശ്വാസികളുടെ അകത്ത് വിശ്വാസം ഉണ്ടോ? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ചേ, വിശ്വാസിയെ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചേ. ഒന്ന് മുഖത്തൊക്കെ ചോദിച്ചേ, വിശ്വാസിയെ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചേ. പല വിശ്വാസികൾക്ക് എന്തില്ല? മിണ്ടുന്നില്ലല്ലോ. വിശ്വാസികൾക്ക് എന്തില്ല? നമ്മുടെ നാട്ടിലെ ഏറ്റവും നമുക്ക് പലർക്കും ഇഷ്ടമുള്ള പലഹാരമാണ് നെയ്യപ്പം. എന്നാ ആ ചേട്ടാ, ആ ഒരു ചായ മേടിച്ചിട്ട്, ചേട്ടാ അതിൽ ഒരു നെയ്യപ്പം ഒന്ന് എടുത്തേ. നെയ്യപ്പം ആണോ അത്? പാമോയിലിനകത്ത് മുക്കിയ സാധനമല്ലേ? പാമോയിലിനകത്ത് നെയ്യെന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ? എന്നാ മിണ്ടാത്ത? എന്നാ നെയ്യെന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ടോ? സാധനം പാമോയിലോ വെളിച്ചെണ്ണയിലോ വറുത്തതല്ലേ, പക്ഷെ പേരെന്തുവാ? അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ഇതുപോലെ പലരും വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, സാധനമൊന്നും അതിനകത്തില്ല. വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിങ്ങൾ വസിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണമെങ്കിൽ, നിങ്ങളുടെ റൂട്ട്, നിങ്ങളുടെ വേരെവിടെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ആ റൂട്ട് എവിടെയാണ്? ഒരിക്കലും നമ്മളായിരിക്കുന്ന സംഘടനയോട്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനത്തോട്, നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന സഭയോടൊക്കെ നമുക്ക് സ്നേഹം വേണം, വേണ്ടെന്നല്ല. നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം, സ്നേഹിക്കരുന്നല്ല, നന്നായിട്ട് ബഹുമാനിക്കണം. പക്ഷേ നമ്മുടെ വേരിറക്കേണ്ടത് IPCയിലോ എൽഷദായിലോ ചർച്ചോക്കോടിലോ മർത്തോമയിലോ ഒന്നും അല്ല. നമ്മളുടെ വേരിറങ്ങേണ്ടത് സംഘടനയ്ക്കകത്തല്ല, നമ്മുടെ വേരിറങ്ങേണ്ടത് വ്യക്തികളിലല്ല. നമ്മൾ റൂട്ടഡ് ആകേണ്ടത് ക്രിസ്തുവിലാണ്. നമ്മൾ we want to rooted in Christ. Rooted in Christ. ഞാൻ ഉറപ്പായിട്ടും പറയാം, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വിശ്വാസിയാണെങ്കിൽ, എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സഹോദരി യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, ആ വ്യക്തിയോട് ഞാൻ ഇടപഴകുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് ബോധ്യമാകും, ആ വ്യക്തിയുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിനോടുള്ള ബന്ധവും ഉണ്ടോ എന്ന്. ഞാൻ ഒരിക്കലും ഒറ്റ
ഒരൊറ്റ മനുഷ്യരെയും നിങ്ങൾ ഈ ഈ ശുശ്രൂഷകൾ വെച്ച്, അല്ലെങ്കിൽ ഒരാളുടെ കൃപാദാനങ്ങൾ വെച്ച്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് പുറപ്പെടുന്നതായ പ്രവചനം, രോഗശാന്തി, ഒത്തിരി കാര്യങ്ങൾ റോയ്പാസ് പറഞ്ഞു, ഇതൊന്നും വെച്ചല്ല ശരിക്കും ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ അളക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇതിനോടുള്ള ബന്ധത്തിലല്ല. ശരിക്കും പറഞ്ഞാൽ അവൻ എവിടെയാണ്, അവൻ്റെ റൂട്ട് എവിടെയാണോ നിൽക്കുന്നത്, ആ റൂട്ട് വലിച്ചെടുക്കുന്നതാണ് അവനിൽ വെളിപ്പെട്ടു വരുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ആ സ്നേഹത്തെക്കുറിച്ച്, എഫേസ്യർ 3:18 ആ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്. ആ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണം. ആ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരണം. നിറഞ്ഞിങ്ങനെ കവിഞ്ഞൊഴുകണം. പാലിങ്ങനെ തിളച്ച് തൂകുന്നത് പോലെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞ്, ആ സ്നേഹത്തിൽ നിറഞ്ഞ് അത് നിങ്ങളിൽ കവിഞ്ഞൊഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാകും? 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ പറഞ്ഞ് അടുത്തിരിക്കുന്ന പറഞ്ഞ് അങ്ങനെയാണേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ, അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ, അങ്ങനൊരു കാര്യം സംഭവിച്ചാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഒന്ന് കൈകൾ അടിച്ച് ദൈവം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങളുടെ ലൈഫ് അത്യന്തപരമായി അനുഗ്രഹപൂർണമാകണമെന്ന് നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങൾ ദൈവത്തോട് ചോദിച്ചതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും അത്യത്ഭുതകരമായി നിങ്ങളുടെ ജീവിതം ബ്ലെസ്ഡ് ആകാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി, ക്രിസ്തുവിൽ വേരിറക്കി കർത്താവിൻ്റെ സ്നേഹത്തിൽ. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കുന്നവനാണ്, എൻ്റെ പിതാവും നിങ്ങളുടെ കൂടെ വാസം ചെയ്യും. അതുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ആ ഒരൊറ്റ കാര്യത്തെ എടുത്തുയർത്തി പറഞ്ഞത്, കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. സഭയോടുള്ള സ്തോത്രകാഴ്ച കൊടുക്കുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാട്ട് പാടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പാസ്റ്റർമാരുടെ അടുത്തൂടെ പറയുന്നത്, ഇൻക്ലൂഡിങ് മീ, ഞാനും കൂടി ഇത് സ്വീകരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഈ ദൈവവചനം ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഈ വചനത്തിന് മാത്രമുള്ള, അതിന് മാത്രമുള്ള പ്രത്യേകതയാണ് അങ്ങോട്ട് വെട്ടുന്ന സാധനം ഇങ്ങോട്ടും ഉണ്ട്. ഇത് റിവേഴ്സ് ഗിയറിലും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അകത്ത് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ സാഹചര്യം കൊണ്ടോ, നമ്മളുടെ പഠിപ്പിക്കലുകൾ കൊണ്ടോ? ഈ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ട്, അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ? ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, കർത്താവ് വളരെ നല്ലവനാണ് കേട്ടോ, പക്ഷെ കർത്താവിൻ്റെ ആൾക്കാരത്ര നല്ലതല്ല. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ, ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ, വ്യക്തികളോടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ, നമ്മളായിരിക്കുന്ന സംഘടനയോടുള്ള അതിനകത്തെ പിന്നെ വേറൊരു കാര്യമുണ്ട്, പൈശാചിക ആക്രമണം. അതൊരു പ്രധാന മേഖലയാണ്. ഈ ഡിമോണിക് സ്പിരിറ്റ്, പൈശാചിക മേഖല ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ പൈശാചിക ലോകം എപ്പോഴും ശ്രമിക്കുന്നത് നമ്മളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ, നാനാവിധ പരീക്ഷകൾ വന്നപ്പോഴും ജോബ് ദൈവത്തോട് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. അറ്റ് എനി സിറ്റുവേഷൻ, അറ്റ് എനി സർക്കംസ്റ്റാൻസസ്, ഈ സ്നേഹത്തിനകത്തുനിന്ന് എന്നെ ഇളക്കാൻ ആർക്കും പറ്റുകയില്ല എന്നൊരു ഉറച്ച ഡിസിഷൻ ജോബിൻ്റെ അകത്തുണ്ടായിരുന്നു.
അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട്, സഹോദരന്മാരോട്, ദൈവമക്കളോട്, അമ്മമാരോട്, പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹൃദയത്തെ നമ്മളെപ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീനെന്ന് ബൈബിൾ എഴുതിയിട്ടില്ലേ? നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ഇടയ്ക്കൊന്ന് ശോധന ചെയ്യുമെന്ന് എഴുതിയിട്ടില്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഇന്ന് പകലിൽ ഒരു ചിന്ത വരണം, കർത്താവേ, എനിക്ക് അങ്ങേ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ദാവീദ്, സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 116 സങ്കീർത്തനം. സ്നേഹിക്കുന്നെന്നുള്ളത് അവസാനമാണോ എഴുതിയിരിക്കുന്നത്, ആദ്യമാണോ? പറ. മലയാളത്തിൽ ഞാൻ അവനെ, എൻ്റെ പ്രാർത്ഥന യാചനയെല്ലാം കേട്ടോണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇതാ മലയാളിയുടെ കുഴപ്പവും. ആരും വേണ്ടുന്നില്ലല്ലോ. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പുറമായിട്ട്, കർത്താവേ, ഐ ലവ് ദ ലോർഡ്, ഐ ലവ് ദ ലോർഡ്. ഒന്നാമത് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പം ഓരോ മേഖലയിലും, തൻ്റെ യുദ്ധജയങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളിലും എല്ലാം ദാവീദ് എടുത്തു പറയുന്നൊരു വേർഡാണ് ഐ ലവ് മൈ യാവേ, ഐ ലവ് മൈ ലോർഡ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. വീണ്ടും ചോദിക്കുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാണോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നിങ്ങളുടെ ജീവിതം അത്യന്തപരമാകണോ, അത്ഭുതകരമാകണോ? ഒറ്റ കാര്യം നിങ്ങളിൽ സംഭവിച്ചാൽ മതി. ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇച്ചിരി വിഷമമൊക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ പ്രയാസം വരുമ്പോഴും, പല ടെൻഷനുകളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ മാക്സിമം വർഷിപ്പ് സോങ്ങുകൾ, നല്ല കർത്താവിനെ സ്നേഹിക്കുന്ന, നമുക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹം തോന്നുന്ന പാട്ടുകൾ ഞാൻ കേൾക്കും. അങ്ങനെയുള്ള ഈ നിന്നെയും കൊല്ലും ഞാനും ചാവൂ എന്ന് പറയുന്ന പ്രസംഗമല്ല, നല്ല സ്നേഹം നമുക്ക് കർത്താവിനോട് തോന്നുന്ന തരത്തിലുള്ള നല്ല മെസ്സേജുകൾ കേട്ടിട്ട് ഇങ്ങനെ ഈ നാട്ടുകാരെ എല്ലാം കുറ്റവും പറഞ്ഞ്, ഉടുപ്പിനെ കുറ്റവും പറഞ്ഞ്, വസ്ത്രത്തെ കുറ്റവും പറഞ്ഞ്, അതൊക്കെ നമുക്കിഷ്ടം, അതിനാണിന്ന് മാർക്കറ്റ്. പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നുന്ന മക്കളെ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എൻ്റെ ഉപദേശത്തെ ദയവായിട്ട് സ്വീകരിക്കണം. നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നകറ്റുന്നതൊന്നും കേൾക്കാൻ പോകരുത്, ഒരു സാധനവും കാണാനും പോകരുത്. കർത്താവിനോട് സ്നേഹം തോന്നുന്ന പാട്ടുകൾ, കർത്താവിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്ന ആ ഒരു വചനഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മുടെ അകത്തെ സ്പിരിറ്റിനെ, ആത്മാവിനെ നമ്മൾ റിസ്റ്റോർ ചെയ്തെടുക്കണം. ഇങ്ങനെ പട്ടം കയ്യിൽ നിന്ന് പോകുന്ന പോലെ എവിടുന്നോ ഇങ്ങനെ കൈവിട്ട് കിഴുകാൻകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സോളിനെയും എല്ലാം ആ ദൈവസ്നേഹത്തിനകത്ത് ഇങ്ങനെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്ന് അങ്ങ് റിസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ചോദിക്കുന്നതിലും നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നത്. സത്യമായും ഞാൻ നിങ്ങളോട് പറയും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടെയാണ് മറുപടി ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്, ഇയാൾ മര്യാദകളല്ലയോ കാണിച്ചത്, ഇങ്ങോട്ട് എടുക്കടോ എന്നൊക്കെ പറയുമ്പോഴാണോ നിങ്ങൾക്കത് കൊടുക്കാൻ തോന്നുന്നത്? ബ്രദറെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക, ബ്രദറെ, ആ പേന ഒന്ന് തരുമോ, ആ പേന ഒന്ന് തരുമോ? ആ സ്നേഹത്തോടെ ചോദിക്കുമ്പോഴാണോ കൊടുക്കാൻ തോന്നുന്നത്? ആണോ രണ്ടുപേരായിട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ പേന കൊണ്ട് നിന്നെ കുത്തി കൊല്ലാതിരുന്ന നീ സൂക്ഷിച്ചോണം. അവരും മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എങ്ങനെയാ കൊടുക്കാൻ തോന്നുന്നത്? നിങ്ങൾക്കൊരാൾ ഒരു സാധനം നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ ചോദിക്കുമ്പോഴാണ് കിട്ടുന്നേ? സ്നേഹത്തോടെ ചോദിക്കണം. അപ്പം അത് മാനുഷിക തലത്തിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ഭയങ്കരമായിട്ട് ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഈ വർഷിപ്പൊക്കെ ചെയ്യുമ്പോഴേ, നമ്മൾ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ നമുക്കറിയാം, ആ പ്രസൻസിനകത്ത് നമ്മളിങ്ങനെ കുളിക്കുക.
ആ സാന്നിധ്യത്തിൽ കുളിച്ചിട്ട് അപ്പ കേട്ടെ കൈയടിച്ച് കളയല്ലേ. കൈയടിക്കാനുള്ള മെസ്സേജാണ് എൻ്റെ ബൈബിളിൽ ഇരിക്കുന്നത്. അത് വരരുതെന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ കുളിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തമ്പുരാനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുമ്പം അപ്പാ 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 എൻ്റെ കുഞ്ഞിനെ ഓർക്കണേ അപ്പാ, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം ഓർക്കണേ അപ്പാ. കർത്താവേ, എൻ്റെ ആ സാമ്പത്തിക വിഷയത്തിൽ ഒന്ന് ഇടപെടണേ അപ്പാ. അങ്ങോട്ട് ആ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് റിലീസ് ചെയ്തോണ്ടല്ലോ, അതിഞ്ഞ് പോരും. ഒന്ന് കരമടിച്ച് കർത്താവിന്. അതാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് വേരൂന്നിയാൽ, ആ സ്നേഹം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അതുകൊണ്ടാണ് എന്നാൽ എന്ന വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. എന്താണ് ആ എന്നാൽ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, ആ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. കൈകളടിച്ച് ഒന്ന് ആത്മാവിൽ സ്വീകരിച്ച്